കോഴിക്കോട് വെസ്റ്റ് നൈൽ പനി ബാധിച്ച് ഒരു മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തിങ്കളാഴ്ച മരിച്ച 13-കാരിക്ക് വെസ്റ്റ് നൈൽ പനി എന്നാണ് സ്ഥിരീകരണം എത്തുന്നത്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, ഈ മരണം വെസ്റ്റ് നൈൽ തന്നെ എന്ന് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു അല്ലേ? സ്മിത, ഈ മാസം ആദ്യം 4 പേർക്ക് വെസ്റ്റ് നൈൽ സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ അവർ വേഗം തന്നെ രോഗമുക്തരായി. ഇതോടെ ആശങ്ക അകന്നു എന്ന് കരുതിയതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച മരിച്ച ബേപ്പൂർ സ്വദേശിയായ 13 വയസ്സുകാരിക്ക് വെസ്റ്റ് നൈൽ ആണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്നലെയാണ് പരിശോധനാ ഫലം പുറത്തു വന്നത്. ഇന്നലെയാണ് ആരോഗ്യവകുപ്പ് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം നടത്തിയിട്ടുള്ളത്. ഈ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു, പനി ബാധിച്ച് ചികിത്സയിലായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച മരിക്കുന്നത്. ഈ ആരോഗ്യ വിഭാഗത്തിന് സംശയം തോന്നിയതോടെയാണ് ഈ സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്കായി പൂനെയിലേക്ക് അയച്ചത്. ഇന്നലെയാണ് സ്രവ സാമ്പിൾ പരിശോധനാ ഫലം പുറത്തു വരുന്നത്. അപ്പോഴാണ് വെസ്റ്റ് നൈൽ ബാധിച്ചാണ് മരണം എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ 4 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ കൂടിയാണ് ഈ മരണം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ കുട്ടി എന്നാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതെന്നോ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഈ സമാന ലക്ഷണങ്ങൾ ഉണ്ടോ എന്നതിലൊക്കെ ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു.